വൈകിട്ടുന്ന സ്പെഷ്യൽ കറി ഉണ്ടാക്കുക കേട്ടോ. അതിനാണ് ഇഞ്ചി, സവാള, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുവാണേ. കൂട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കൂട്ടി ഇതുണ്ട് വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഒരു 10-15 പ്രാവശ്യം വിസിലടിപ്പിച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞതെല്ലാം വീണ്ടും ചേർത്ത് കൊടുത്ത് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി എന്നിട്ടാണ് നമ്മൾ ഇത് കോരിയിടുന്നത് കേട്ടോ. ഇതിനുള്ള കഴിക്കാനുണ്ടാക്കി വെച്ചിട്ടുണ്ടോ, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടാക്കിയില്ല, നല്ല ചൂടോടെ ഇരിക്കുന്ന കപ്പപ്പുഴുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വെറൈറ്റികൾ നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ, വെന്തുണങ്ങി വെള്ളമെല്ലാം പറ്റി എല്ലാ മസാലകളും ഈ പോട്ടിയിലേക്ക് പിടിക്കണം. എന്നിട്ട് ഉണങ്ങി ഒന്നൊന്നായിട്ട് എടുക്കാം. അങ്ങനെ ഉണങ്ങിയല്ല, എണ്ണമയം തെളിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പം കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു നെല്ല് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കും കേട്ടോ. അതിന് എരിവില്ലല്ലോ ശകലം പോലും. മറ്റേ നല്ല പുകച്ചിലാട്ടോ, നല്ല കുത്തലുണ്ട് കുരുമുളക് പൊടിയുടെ ഇഞ്ചിയുടെയൊക്കെ. ആ കൂടെ പച്ചമുളകും ഇട്ടു, എരിവുള്ള മുളക് പൊടി ഇട്ടു, പിന്നെ മീറ്റ് മസാല ഇട്ടു കേട്ടോ. മാക്സിമം ചേർക്കാവുന്നതിൻ്റെ മാക്സിമം മസാലകളെല്ലാം ചേർക്കാം ഇതിനകത്ത്. വെള്ളം പറ്റി വരട്ടെ, ഇനി അങ്ങനെ ചിലവാക്കണ്ട അധികം. അപ്പോൾ കപ്പയൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നു കേട്ടോ. നമ്മൾ വഴറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് വിളമ്പി എടുക്കാവേ. ഉണ്ടോ കപ്പയും പോട്ടിയും. കപ്പയുടെ പപ്പ എടുത്ത് കഴിക്കാൻ പോവാണേ. നല്ല ചൂടാ, അടുപ്പേന്ന് കോരിയ വഴിയാട്ടോ. കപ്പയ്ക്ക് നല്ല ചൂടാ, കറിക്ക് നല്ല ചൂടാ. അതുകൊണ്ട് വായി നാക്കൊന്നും പൊള്ളരുത്. കൊള്ളാവോ? എന്നാ പോയിരുന്നു കഴിച്ചോ, പിള്ളേരെ വിളിക്കുന്നത്. ഏറ്റവും നല്ല സാധനം. ഓക്കെ.